ഞാൻ ഈ UK വന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടുകാർ കല്യാണം ആലോചിച്ചത് കാരണമാണ്. അച്ഛനും അമ്മയല്ല, നാട്ടുകാർ വന്ന് ഇങ്ങനെ ചോദിക്കും, അയ്യോ കല്യാണം ആയില്ലേ, ഇത്ര വയസ്സായില്ലേ, കല്യാണം നടത്തണ്ടേ, എന്നിട്ട് അവർ തന്നെ ഒരു ആലോചന കൊണ്ടുവരും. അങ്ങനെ എനിക്കൊരു നിവർത്തിയില്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം എനിക്കറിയാം ഒരു കല്യാണം കഴിച്ച ഒരു ഫാമിലി കൊണ്ടുപോകാനുള്ള മെച്യൂരിറ്റി എനിക്കായിട്ടില്ല എന്ന് പേഴ്സണലി. അത് മനസ്സിലാക്കിയിട്ട് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതുപോലെ UK വന്നിട്ട് നിങ്ങൾക്ക് UK ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം എന്താ? പറ, എനിക്കൊന്നും തോന്നിയില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് മെച്ചപ്പെടും. നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറും. നമ്മൾ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെയാണ് കാണുന്നത്. UK എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ മാത്രമല്ല, യൂറോപ്പിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, പാകിസ്ഥാൻസ് ഉണ്ട്, അങ്ങനെ പല സ്ഥലത്തു നിന്ന്, ഏഷ്യയിൽ നിന്ന് ഒത്തിരി കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒക്കെ കൾച്ചർ നമുക്ക് മനസ്സിലാകും. അവരുമായിട്ട് ഇപ്പം നമ്മൾ എവിടെ വർക്ക് ചെയ്യുവാണേലും ഇവിടെയൊക്കെ ഈ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരും കാണും. അപ്പം നമുക്ക് അവരെ പറ്റി, ആ സ്ഥലത്തിനെ പറ്റി കൂടുതൽ പഠിക്കാനും ആൾക്കാരെ പറ്റി പഠിക്കാനും അവരിൽ നിന്നും അവരുടെ പേഴ്സ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാവാനും നമ്മളുടെ സ്ഥലത്തിൻ്റെ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ കുറേ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കുറേ കാര്യം പഠിച്ചിട്ടുണ്ട് അങ്ങനെ. പല ആൾക്കാരിൽ നിന്നും എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഒരുപാട് മാറി. ഞാൻ നാട്ടിലുണ്ടായിരുന്ന ആളെ അല്ല ഇപ്പോൾ. ഒരുപാട് കാര്യത്തിൽ എനിക്ക് ഭയങ്കര മാറ്റം വന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഓക്കെ, ശരിക്കും ഇപ്പം ഐശ്വര്യ അങ്ങനെ പറഞ്ഞല്ലോ, ശരിക്കും എന്താണ് ഐശ്വര്യ ഈ UK ഉൾക്കൊണ്ട ഒരു കാര്യം? ഇവിടെ എല്ലാവരും എന്താ പറയുക, പൈസ ഇങ്ങനെ സേവ് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ച് അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ നന്നായിട്ട് വർക്ക് ചെയ്യും, അത്ര തന്നെ അവർ എൻജോയ് ചെയ്യുകയും ചെയ്യും ലൈഫ്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എപ്പോഴും ബാങ്കിൽ കുറേ സേവിങ്സ് ഇങ്ങനെ വെച്ച് സേവ് ചെയ്യാൻ വേണ്ടി പണിയെടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ അവർ ജോലി ചെയ്യും. ഇപ്പം ക്രിസ്മസ് ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു 10 days 20 days ഒക്കെ ആൾക്കാർ ആനുവൽ ലീവ് പോകും. ഇവിടെ മാൻഡേറ്ററി ആണ് ലീവ് എടുക്കണം എന്നുള്ളത്. ഇവിടെ വർക്ക് ബാലൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ ഇവർ അത്ര തന്നെ പുറത്തു പോവുകയും എൻജോയ് ചെയ്യുകയും എല്ലാ സ്ഥലങ്ങൾ കാണുകയും എല്ലാ ഫുഡ് കഴിക്കുകയും ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കും സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിൽ പിന്നെ ഞാൻ ഒരുപാട് ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. ആ നാട്ടിലുള്ള ലൈഫിൽ നിന്ന് ഒത്തിരി നമുക്ക് ഹാപ്പി ആവാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നാട്ടിലെ എന്താണ് പലരും ഇവിടെ വരുമ്പോൾ, ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ 16 യൂണിവേഴ്സിറ്റിയുടെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ലേഡീസായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരിക്കും പറയുന്ന ഒരു ഫ്രീഡം എന്നുള്ളൊരു സംഭവമാണ് അറ്റ് ദ എൻഡ് എല്ലാവരും പറയുന്ന ഒരു ടോപ്പിക്ക്. ചിലപ്പോൾ എൻ്റെ അടുത്ത് അപ്പം എടുത്തു പോയിക്ക് പറയുന്നുണ്ട്, നിങ്ങൾ ആൺപിള്ളേർക്ക് പിന്നെയും കുറച്ചെങ്കിലും ഫ്രീഡം നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ശരിക്കും ഇവിടെ വരുമ്പോൾ ഒരു ഫ്രീഡം, നാട്ടിലൊരു ഫ്രീഡം ഇല്ലായ്മ? ഓഫ് കോഴ്സ്, അത് ഏതൊരു പെണ്ണിനോട് ചോദിച്ചാലും അത് പറയും. കാരണം നാട്ടിൽ നമുക്ക് എങ്ങനെ പറഞ്ഞാലും നമുക്കൊരു റെസ്ട്രിക്ഷൻ കാണും. ഇപ്പം നമ്മുടെ വീട്ടിൽ അത്ര പ്രശ്നം, ഇപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അത്ര പ്രശ്നം കാണില്ല. പക്ഷെ നമ്മുടെ റിലേറ്റീവ്സിനോ നമ്മുടെ നാട്ടുകാർക്കോ എന്തായാലും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഞാൻ ഈ UK വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടുകാർ കല്യാണം ആലോചിച്ചത് കാരണമാണ്. അച്ഛനും അമ്മയല്ല, നാട്ടുകാർ വന്ന് ഇങ്ങനെ ചോദിക്കും, അയ്യോ കല്യാണം ആയില്ലേ, ഇത്ര വയസ്സായില്ലേ, കല്യാണം നടത്തണ്ടേ, എന്നിട്ട് അവർ തന്നെ ഒരു ആലോചന കൊണ്ടുവരും. അങ്ങനെ എനിക്കൊരു നിവർത്തിയില്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാരണം എനിക്കറിയാം ഒരു കല്യാണം കഴിച്ചൊരു ഫാമിലി കൊണ്ടുപോകാനുള്ള മെച്യൂരിറ്റി എനിക്കായിട്ടില്ല എന്ന് പേഴ്സണലി. അത് മനസ്സിലാക്കിയിട്ട് അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പം നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നാട്ടിൽ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാം. അപ്പം അഞ്ജുവിൻ്റെ കാര്യത്തിൽ നോക്കി, അഞ്ജുവിൻ്റെ പാർട്ട്ണർ ഭയങ്കര ലക്കിയാണ്. അഞ്ജു ഭയങ്കര ലക്കിയാണ്. കാരണം അഞ്ജുവിൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് അവൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. അത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരാളെ നമുക്ക് നാട്ടിൽ
പോയി ഫ്ലോ പോയി ഒരു പാർട്ട്ണറിനെ കിട്ടുക. ഓക്കെ, നല്ലൊരു പാർട്ട്ണറിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് അത് ഭയങ്കര ലക്കിയാണ്. എല്ലാവർക്കും അങ്ങനെ കിട്ടണം എന്നുമില്ല. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? എവിടെയാണ് ഫ്രീഡം നോക്കും. എവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ലൈഫ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ നോക്കും. എനിക്ക് തോന്നുന്നു സിംഗിളായിട്ട് ഇവിടെ വരുന്ന മിക്ക ആൾക്കാരും ഇവിടെ വരുന്നത് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പഠിക്കുന്നതിനും ഉപരി. അപ്പം ഞാൻ മെയിൻ വന്നതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ നമ്മളിന്നും വീട്ടിൽ വിളിക്കുന്നുണ്ട്. വീട്ടുകാർ ഇപ്പോഴും, എൻ്റെ അമ്മ ഇപ്പോഴും ചോദിക്കും, ഏത് ഡ്രസ്സാണ് ഇടുന്നത്, എങ്ങനെ നടക്കുന്നത്, എവിടെയാണ് പോയത്, നീ എന്തിനാ അത്ര മണി വരെ അവളുടെ വീട്ടിൽ പോയത്. ഇപ്പോഴും എൻ്റെ അമ്മ വിളിക്കുമ്പോൾ ചോദിക്കും, എന്തിനാ അങ്ങനെ ചെയ്തേ, അയ്യ ആ ഡ്രസ്സ് കൊള്ളത്തില്ല. കാരണം അമ്മയുടെ ഒരു അമ്മ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ ഈ സൊസൈറ്റി ഓൾറെഡി കുറച്ച് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. ഇതാണ് നല്ല ഡ്രസ്സ്, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് നല്ല. എനിക്ക് എൻ്റെ ഹെയർ കളർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ അമ്മ വീട്ടിൽ കയറിയേ വേണ്ട എന്ന് പറഞ്ഞ കാരണം കല്യാണം കഴിഞ്ഞ് എന്ത് വേണേലും ചെയ്തു. അങ്ങനെ ഒരു സെറ്റപ്പ് അല്ലേ നമ്മുടെ നാട്ടിൽ. കല്യാണം കഴിഞ്ഞ് നീ എന്ത് വേണേലും ചെയ്തു. അതിൻ്റെ ആ ഒരു അതെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. കല്യാണം കഴിഞ്ഞാലും ഞാൻ അമ്മയുടെ മോള് തന്നെയാണ്. കല്യാണം കഴിഞ്ഞാലും ഞാൻ ഈ നാട്ടുകാരെന്നെ കാണും, കല്യാണത്തിന് മുന്നേ ഈ നാട്ടുകാരെന്നെ കാണും. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കളറ് ചെയ്യുന്നതും കല്യാണത്തിന് മുന്നേ ചെയ്യുന്നതും തമ്മിൽ എന്താ ഒരു വ്യത്യാസം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ ഒരു സംഭവം. അപ്പൊ അത് ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ സത്യം ആകും. ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ സത്യം പറഞ്ഞപ്പോ നാട്ടിലാണെങ്കിൽ നമുക്കൊരു എന്താ പറയണ, ഇപ്പൊ ഒരു മഞ്ഞ കളർ പാൻറ്റും ഒരു പച്ച കളർ ബനിയനിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടിക്കണം. കാര്യം ഞാനാ ഇടണമെന്നുണ്ടെങ്കിലും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വന്നത് എന്റെ പേരൻസിനാണ്. ഇപ്പൊ എന്താ പറയുന്നത്, അബ്ബാസിന്റെ മോൻ പോണാണ്ടോ ആ മനുഷ്യന് എന്ത് നല്ല മനുഷ്യനാണ്, മക്കള് കണ്ടു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിക്കണ്ട, എനിക്കൊരു കീറി ജീൻസ് ഇട്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പുറം ഇപ്പുറം നോക്കണ്ട, എനിക്ക് എന്ത് വേണമെങ്കിലും ഇട്ടുണ്ടോ. അത് ഒരു പീരീഡ് വരെ അത് ഓക്കെ ആണ്. പിന്നെ പക്ഷെ ഇപ്പൊ നാട്ടുകാർ നമ്മുടെ കാര്യത്തിൽ നോക്കണമെന്ന് പറഞ്ഞു. അതിൽ 2 വശമാണ് എനിക്ക് മനസ്സിലായത്. കാര്യം ഇവിടെ ഇപ്പം അപ്പുറത്തെ റൂമിൽ ഒരാളെ തല്ലിക്കൊന്നാലും ഇവിടെ ആരും നോക്കൂല. പക്ഷെ അവിടെ നമ്മുടെ നാട്ടിൽ ആള് കൂടും. അങ്ങനെ ഒരു കാഴ്ചപ്പാടും ഉണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം പറ്റും, നമ്മളിപ്പം ഒരാളെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ട് വളർത്തുമ്പോൾ പെട്ടെന്ന് ആൾക്ക് ഫ്രീഡം കിട്ടുമ്പോഴാണ് ആ ആള് അത് എന്താ പറയാ നശിച്ചു പോകുമെന്ന് നമ്മൾ പറയില്ല. അത് പെട്ടെന്നൊരു ഫ്രീഡം കിട്ടുമ്പോൾ നമുക്കറിയില്ല ആ ഒരു ഫ്രീഡം അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം നമുക്കറിയില്ല, കാരണം നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പം പേരൻസ് ഒരു പരിധി കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യാണ്ട് അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ഒരു പരിധി കൂടുതലൊന്നും എനിക്ക് തോന്നില്ല ഇത്ര പ്രശ്നമാണ്. കാരണം UK വന്നിട്ട് 2 വർഷത്തിനിടയ്ക്ക് അഞ്ജു എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവത്തിൽ വന്ന ഒരു 2 മാറ്റങ്ങൾ എന്തൊക്കെയാണ് UK വന്നേ? പിന്നെ എപ്പോഴും മൂക്കലിപ്പ ഇത് എന്താണ് അഞ്ജു? ഞാൻ ആലോചിക്കട്ടെ 2 കാര്യം. ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്താ നീ പണ്ട് ഇങ്ങനെ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാന് ഇപ്പൊ എന്റെ റൂം 11ാമത്തെ നിലയിലാണ്. നീ പറയോ? ആ 2